Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Evaluate L inverse 2s plus 1 by s square plus 2s plus 5. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QT ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനായിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്യും. മോഡിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 2s plus 1 divided by s square plus 2s plus 5. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം 2 into s plus 1 plus. അതായത് ഈ 2s ൽ നിന്ന് 2 ഞാൻ പുറത്തെടുത്തു. അപ്പൊ 2 into s plus 1 ആയി. അപ്പൊ 2s plus 2 ആയി. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 1 ഉള്ളൂ. ഇവിടെ 2s plus 2 എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? -1. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. 2s plus 1 ന് പകരം 2 into s plus 1 -1 ആക്കി. കാരണം അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2s plus 2 -1. അപ്പോൾ 2s plus 1 തന്നെ കിട്ടും. അതുപോലെ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? s square plus 2s ന് പകരം s plus 1 the whole square. അപ്പൊ നമുക്ക് ആദ്യത്തെ s square plus 2s plus 1. ബാക്കി ഇവിടെ എന്ത് വരണം? 4. ഇനി നോക്കാം. ഇവിടെ 2 into s plus 1 divided by s plus 1 whole square plus 2 square. ആദ്യത്തെ രണ്ടാമത്തെ ടൈം എന്താണ്? 1 by s plus 1 whole square plus 2 square. ഇനി നമുക്ക് ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇതിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. L inverse 2s plus 1 divided by s square plus 2s plus 5. ഇത് നമ്മൾ ഈ രൂപത്തിലേക്ക് ആക്കി ഇനി നമ്മൾ ഇതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കണം. ഇതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മൾ ആദ്യം കോസ് ബീറ്റയുടെ ഫോർമുല നമുക്ക് അറിയാം. L of cos ബീറ്റ എന്താണ്? s by s square plus b square. അപ്പൊ L of e raised to minus at cos ബീറ്റയുടെ ആൻസർ എന്താണ്? By using first shifting property, s is replaced by s plus a. അപ്പൊ s plus a whole square plus b square. Therefore, L inverse s plus a by s plus a whole square plus b square എന്താണ് കിട്ടുന്നത്? That is equal to e raised to minus at cos beta. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ 2 into s plus 1 by s plus 1 whole square plus 2 square ആൻസർ എന്ത് കിട്ടും? e raised to minus t cos 2t. e raised to minus t cos 2t. കണ്ടോ? ഇവിടെ നമ്മൾ a യുടെ സ്ഥാനത്ത് എന്താണ് കൊടുത്തത്? 1 കൊടുത്തു. അപ്പൊ e raised to minus t, b യുടെ സ്ഥാനത്ത് 2 കൊടുത്തു. e raised to minus t cos 2t. അപ്പൊ ആദ്യത്തെ ആൻസർ കിട്ടി. ഈ രണ്ടാമത്തെ ആൻസർ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് L of sin ബീറ്റയുടെ ആൻസർ നമുക്ക് അറിയാം. L of sin ബീറ്റയുടെ ആൻസർ എന്താണ്? b by s square plus b square. ഇനി L of e raised to minus at sin ബീറ്റ എന്താണ്? b by s plus a whole square plus b square by using first shifting property. അപ്പൊ L inverse 1 by s plus a whole square plus b square എന്ന് പറഞ്ഞ ആൻസർ എത്ര കിട്ടും? e raised to minus at sin b. ഈ ഫോർമുലയാണ് രണ്ടാമത്തിൽ കൊടുക്കുക. രണ്ടാമത്തിൽ കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? e raised to minus t then sin 2. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? e raised to minus t. ഇവിടെ ഒരു 2 ഉണ്ട്. ഇവിടെ നമ്മൾ 2 പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. 2 into e raised to minus t cos 2t minus e raised to minus t sin 2t. അല്ലേ? അപ്പൊ ഇവിടെ 1 by s plus 1 whole square ഇവിടെ ഒരു 1 by b എന്ന് വിളിക്കും കേട്ടോ. L of e raised to minus at sin b എന്ന് പറഞ്ഞാൽ b by s plus a whole square plus b square ആണ്. അപ്പൊ L inverse 1 by s plus a whole square plus b square എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by b വരും. 1 by b e raised to minus at sin b. അപ്പൊ 1 by b എന്ന് പറയുമ്പോൾ 1 by 2 എന്ന് വരും കേട്ടോ. ഈ 2 ന്റെ 1 by 2. അപ്പൊ 2 into e raised to minus t cos 2t minus 1 by 2 e raised to minus t sin 2t എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QT ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.